ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വോയിസ് ചാറ്റിന്റെ ഒരു വീഡിയോ എനിക്ക് വാട്സപ്പിൽ കിട്ടി. അപ്പോൾ അതിൽ എൻ്റെ പേര് കൂടി പരാമർശിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും എൻ്റെ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും പറഞ്ഞാലോ ഞാനതിന് പ്രതികരിക്കാനോ ഞാനതൊരു വിഷയമാക്കി എടുക്കാനോ പോവത്തില്ല. എല്ലാവർക്കും പ്രതികരിച്ച് വീഡിയോ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് എന്നും പറഞ്ഞ് മറ്റേ ചീത്തയോ തെറിയോ ഒന്നും പറയുന്നില്ലല്ലോ. പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെതിരെ ഒരു വീഡിയോയ്ക്കും പോകാറില്ല. പക്ഷെ ഇതിൽ എൻ്റെ പേര് പരാമർശിക്കുന്നു. ഇതിൽ ആ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ അവരെ പരാമർശിച്ച് എന്തോ വീഡിയോ ഇട്ടെന്ന്. ഒരിക്കലും ഞാൻ അവരെ പരാമർശിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഈ ചാറ്റിലെ പുരുഷനെ എനിക്ക് അറിയത്തില്ല. ഈ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വീഡിയോ വെച്ച് അത് നല്ലതെന്ന് തോന്നിയത് കൊണ്ടും നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നിയത് കൊണ്ടും ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും ഈ സ്ത്രീയെ പറ്റി ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുലിയാണ് കേട്ടോ. പുള്ളിയെ ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ. എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയൊന്നുമല്ല. ആ വീഡിയോയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ആ പുള്ളിയെ കാണുന്നതും. അപ്പൊ ആ കുട്ടിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ആ കുട്ടിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഇതൊന്ന് കണ്ടു നോക്കണം, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ വീഡിയോ അതുപോലെ ഞാൻ ഇതിലോട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അവിടെ അത്യാസന്ന നിലയിലാണ് എന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് നിനക്ക് ഇത്ര കൊള്ളേണ്ട കാര്യമില്ല, മനസ്സിലായ? അത് അവരുടെ വേണ്ടപ്പെട്ടവരും അവർക്കൊന്നും പ്രശ്നമില്ലാത്തടുത്ത് നിനക്ക് ഇത്ര ഹൈയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവൾ അബോർഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കാട്ടി മോശമായ പ്രതികരണങ്ങൾ മുന്നേ വന്നിട്ട് നീയൊന്നും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അപ്പം അന്നേരം ഒന്നും പൊങ്ങാത്തവര് ഇപ്പൊ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വരണ്ട, മനസ്സിലായ? അത്യാസന്റെ നിലയെന്ന് പറഞ്ഞാൽ അത്യാസന്റെ നിലയിൽ തന്നെയായിരുന്നു അവൾ അഡ്മിറ്റ് ചെയ്തത്. അതിനിപ്പോ നിനക്കെന്ത്? നീ വിളിച്ച് ചോദിക്ക്. എന്റെ അടുത്ത് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ചെയ്തത്, മനസ്സിലായ? നിനക്ക് റീച്ചാണ് ഉദ്ദേശമെങ്കിൽ നീ നിന്റെ കാര്യം രീതിയിൽ എടുത്തിടണമായിരുന്നു. നീ ബാക്കിയുള്ളവരെ എടുത്തിട്ടുണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എനിക്കിഷ്ടമുള്ളതാണൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ട്. കാര്യം നിനക്കെന്ത്? അതിനെ ബാധിക്കപ്പെട്ടവർക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ നിനക്കെന്തോടെ അനുഷ്ഠ അത് കാര്യം? ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് റീപ്ലൈ തരാത്തത്. പിന്നെ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ 24 മണിക്കൂറും കയറി കുത്തിയിരിക്കുന്ന ആളുമല്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അത്യാസന്ന നിലയിൽ നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമാണോ പോസ്റ്റ് ഇട്ടത്? എത്രയോ ആൾക്കാർ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് ഏൽക്കുവാണോ ചെയ്യുന്നത്? പിന്നെ എൻ്റെ പോസ്റ്റിൽ ഞാൻ ഒരിടത്തും ഞാൻ എന്താ പറയുക, സജീന എന്ന് പറയുന്ന ആളെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. സജീന എന്നൊരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പോസ്റ്റിന്റെ സൗകര്യത്തിന് എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഇട്ട് നിങ്ങളുടെ സൗകര്യത്തിന് ഇടുന്നുണ്ട്. അതിന് ഞാൻ നിങ്ങളുടെ പോസ്റ്റിന് അടിയിൽ ഒരു കമന്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എൻ്റെ പോസ്റ്റൊക്കെ എങ്ങനെ ഇടണം, ഏതൊക്കെ ഇടണമെന്നൊക്കെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം ഒന്നും പൊങ്ങാത്ത ഒരു വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നേ വരെ മോശമായിട്ട് ഒരു വാക്കും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, പറ്റുന്ന പോലെ തന്നെ ഞാനും ഇടയ്ക്ക് റീപ്ലൈ തരാറുണ്ട്. വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളെ ഞാൻ മെൻഷൻ എവിടെയെങ്കിലും സജീന ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കാര്യമാണ്. രേണു അത്യാസന്റെ നിലയിൽ രേണു മരിക്കാൻ കിടക്കുന്നും പറഞ്ഞ് എത്രയോ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇത് നിങ്ങൾ നിങ്ങളുടേതാണെന്നും പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കയറി ഏൽക്കുവാണോ ചെയ്യുന്നത്? എൻ്റെ പോസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എൻ്റെ ഫേസ്ബുക്കിലോ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ എനിക്ക് റീച്ച് എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ള ആളല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി ജീവിക്കുന്ന ആളുമല്ല. അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നത്. എനിക്ക് അത് മതി. അല്ലാതെ എനിക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല, അറിയാലോ. അതുകൊണ്ട് ഞാനിടുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ വന്ന് കയറി തോണ്ടാൻ നിൽക്കണ്ട. അതുപോലുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം എനിക്കാണ്. എന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്. അതിൽ ആരും വന്ന് എനിക്ക് സജഷൻ തരേണ്ട ആവശ്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ നീ പറഞ്ഞല്ലോ, നിങ്ങളെയാണോ പറഞ്ഞത്? ഈ ആദ്യമേ ഈ പോസ്റ്റ് ഇടുന്ന ഞാനാണ്. അവളെ രാവിലെയാണ് അഡ്മിറ്റ് ചെയ്ത്. ആരും അറിഞ്ഞിരുന്നില്ലല്ലോ. അറിഞ്ഞവരാരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലല്ലോ. എന്റെ അടുത്ത് നേരിട്ട് രേണുവിന്റെ ചേച്ചി പിടിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, മനസ്സിലായ? രാവിലെ അഡ്മിറ്റ് ചെയ്ത രേണുവിന്റെ കാര്യം ഞാൻ അറിയുന്നത് വളരെ വൈകുന്നേരമാണ്. ഒരു 5:30, 6, 7 മണിക്ക് ഉള്ളിലാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഞാൻ ഇട്ടതിന് ശേഷമാണ് വേറെ പോസ്റ്റുകൾ വന്നത്, മനസ്സിലായി? അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. എനിക്ക് പൊള്ളും കേട്ടോ. നീ ഇട്ട വീടിയുടെ താഴെ വന്ന കമന്റുകൾ നീ നോക്കാത്ത എന്ത്? അതിന് റിപ്ലൈ കൊടുക്കാത്ത എന്ത്? നീ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത എന്ത്? ഇല്ല, എല്ലാവരും അരിയാഹാരം കഴിച്ചു കിടക്കുന്നത്, മനസ്സിലായ? അപ്പൊ ഈ പറഞ്ഞ കണക്ക് എനിക്ക് നിന്റെ അടുത്ത് ഒരു വൈരാഗ്യമില്ല, ഒരു വിദ്വേഷവും ഇല്ല. അപ്പൊ നീ കയറി വലിയൊരു ഹൈ സ്കോറിൽ കയറി ഭയങ്കര അന്ന് തുടക്കം മുതലേ രേണുസുതിക്ക് വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ, മനസ്സിലായ? അപ്പൊ അത് റീച്ചിനാണെന്ന് നീയൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ഉണ്ടയും ഇല്ല പറയാൻ, തിരിച്ച് മറുപടി പറയാൻ, മനസ്സിലായ?
റീച്ച് കിട്ടിയിട്ടുള്ളതാണ് നെഗറ്റീവ് പറഞ്ഞവർക്കാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കൂടെ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ അതിന് തക്കതായ ഏതെങ്കിലും കാര്യങ്ങൾ കാണും, അത് എന്റെ ഇഷ്ടമാണ്, മനസ്സിലായ. അപ്പൊ ഇയാൾ അതിനകത്ത് ചെയ്തപ്പോൾ ഇയാൾക്ക് അതിന് താഴെ വന്ന കമന്റുകൾ ഇയാൾ നോക്കിയാൽ മനസ്സിലാവില്ല അത് ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്നുള്ളത്. കാരണം ഈ പോസ്റ്റ് ഞാനാണ് ആദ്യം ഇട്ടത്, അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളവർ ഇട്ടത്. അത് ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല ഞാൻ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? ദിയാസന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആരൊക്കെയോ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അത്യാസന്ന നിലയിൽ നിന്നും പറയും. പിന്നെ നിങ്ങൾ ഇത് സ്വയമായിട്ട് കേൾക്കുന്ന എന്തിനാ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ സൗകര്യമാണ്. ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി ഞാൻ പറഞ്ഞു, അത്ര തന്നെ. അത്യാവശ്യം നിലയെന്ന് പറയാം, എനിക്ക് തോന്നി അത് എന്റെ ഇഷ്ടം, എനിക്ക് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു. അതിപ്പോ ആർക്കും ഇത്ര പ്രശ്നം? അത്രേ എനിക്കും പറയാനുള്ളൂ. അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ത് പറയണം ഏത് പറയണം എന്നുള്ളത്. അതിനെ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇയാൾ പേര് പറയാൻ തരുന്നു, അവരൊരു അന്തസ്സം ഉണ്ടായിരുന്നല്ലോ. എന്റെ പേരെങ്കിലും പറയാം, എന്റെ പേരോ അല്ലെങ്കിൽ ദിയാസനയുടെ ആരെങ്കിലും പേര് പറയാൻ തരുന്നു. ഇപ്പൊ RIP എന്ന് പറഞ്ഞ ഒരുത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെതിരെ ഇയാൾ പ്രതികരിച്ചു. ഞാൻ അങ്ങനെ നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടോ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റല്ല. പിന്നെ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണോ ഏത് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് മോശമായി പോയി ചേച്ചി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ സജീന ഇട്ട പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. ചുമ്മാ ഇല്ലാത്ത കാര്യത്തിന് പറയല്ലേ. എന്റെ പോസ്റ്റ്, എന്റെ ഫോണ്, എന്റെ ID, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും. ഒരു സംഭവം ഒരാളെ വിമർശിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതി പാടില്ല. ഞാൻ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ നല്ല ഒരു യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. ആ ടൈമില് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഇത് കാണുന്നത്. കുറെ സംഭവങ്ങൾ രേണു അത്യാസന്ന നിലയിൽ, ശരിക്കും പറയാൻ നിങ്ങളുടെ പോസ്റ്റ് ഒന്നും അല്ല ഞാൻ കാണുന്നത്. രേണു അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞത് ന്യൂസ് ചാനലിലെ പോസ്റ്റാണ് ഞാൻ കാണുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോസ് അവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യണം ഏത് പോസ്റ്റ് ചെയ്യണം എന്നത് എന്റെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഇട്ട ഒരു സാധനം വിമർശിക്കാൻ പാടില്ല എന്ന് പുറത്ത് പറയാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിൽ വിമർശിച്ചു. ഇതിപ്പോ സജീനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായാലും അത്രേ ഉള്ളൂ. അതിന് മേളിലേക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളത് അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ പോവുക, അത് തന്നെ. അല്ലാണ്ട് ഞാൻ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ അല്ലെ ഞാൻ ഇട്ട പോസ്റ്റിനെതിരെ നീ വിമർശിക്കാൻ പാടില്ലടാ എന്ന് പറയാൻ മാത്രം സജീന അല്ലല്ലോ എന്റെ ഫോൺ കൈകാര്യം ചെയ്യുന്നത്, ഞാനാണ്. എടാ നീ ഓപ്പൺ ആയിട്ട് പറയാൻ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ അത് പോസ്റ്റ് ചെയ്യല്ലേ ഇത് പോസ്റ്റ് ചെയ്യല്ലേ, എന്തിനാ അത് പോസ്റ്റ് ചെയ്തെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉള്ള കണക്കാനെ എല്ലാവർക്കും എനിക്കും ഉണ്ട്, നിനക്കുള്ള കണക്കാനെ എനിക്കും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ, എന്ത് ചെയ്യണം ഏത് ചെയ്യണോ എന്നുള്ളത്. നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ വല്ലതും ചോദിച്ചാ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇത് ആദ്യം ഞാനാണ് ഇട്ടത്. അത് ഞാൻ ടൈമുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തു, അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തെ പരാമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് മനസ്സിലാവും നിന്നെ തന്നെയാണെന്നുള്ളത്. അരിയാഹാരം കഴിച്ച് കിടക്കുന്നവരല്ലേടാ നമ്മള്. അത്രേ ഉള്ളൂ. പക്ഷെ അതേ കണക്ക് അതീവ ഗുരുതരാവസ്ഥയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അത്യാസന്ന നിലയിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തത്. പക്ഷെ ഉടനെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കറക്റ്റായിട്ട് അവക്കുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, മനസ്സിലായ? അവർ പറഞ്ഞ് അവൾക്ക് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, അങ്ങനെയൊക്കെ അത് തന്നെയാണ് ഞാൻ ഇട്ടത്. അല്ലാതെ അവള് ഗുരുതരാവസ്ഥയിലാണ്, സീരിയസ് ആണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അർഷാദേ, എടാ നീ ഇട്ട ആ വീഡിയോ നമ്മള് ഈ രേണു സുധിക്കെതിരെ അതിമോശമായ രീതിയിൽ വീഡിയോ ഇടുന്ന ഒരു ഗ്യാങ് ഉണ്ട്. മഞ്ജു ആന്റണി, പിന്നെ ഇത് വിനി എന്ന് പറയുന്ന ഒരുത്തി, പിന്നെ രമ്യ, അങ്ങനെ കുറെ ടീമുണ്ട്. ആ ടീമിലുള്ള ഒരുത്തി അതെടുത്ത് മെൻഷൻ ചെയ്ത് ഇട്ടിട്ട് ഞങ്ങളെ അതിനകത്ത് പറയുന്നുണ്ട്, മനസ്സിലായി? ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇപ്പൊ ഞാനത് അപ്ലോഡ് ചെയ്യും. നിന്റെ പേര് ഞാൻ അത് പരാമർശിക്കുന്നുണ്ട് കേട്ടോ. മോശമായിട്ടൊന്നും അല്ല, നിന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോൾ നീ വേറെ പിന്നെ ഒരുപാട് പേരുടെ പോസ്റ്റ് കണ്ട് അതനുസരിച്ചാണ് നീ അത് ഇട്ടത് എന്ന് അൻഷാദ് എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞ്. ഞാനുമായിട്ട് കോൺടാക്ട് ഉള്ളവനാണ്, ഞാൻ ശത്രുത ആവാനൊന്നും ഒരു ഇതുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ പേരും കൂടെ മെൻഷൻ ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
നിനക്ക് പറ്റുമെങ്കിൽ ഒരു വോയിസ് ഇട്ട് തന്നാൽ ഇപ്പം ഞാനത് ആഡ് ചെയ്യാം. അതായത് ഒരാളെ മാത്രം മെൻഷൻ ചെയ്തല്ല ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ അത്യാസന്റെ നിലയിൽ ഗുരുതരാവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് സത്യാവസ്ഥ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇത് ഇടുന്നെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല ചേച്ചി, അങ്ങനത്തെ ഒന്നും വോയിസ് ഒന്നും ഞാൻ തരൂല. നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ ഒരു വോയിസ് ഉണ്ട് നിങ്ങളുടെ, എന്താണ് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്. ഞാൻ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല, ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല, ഒരു യൂട്യൂബ് ചാനൽ പോലും എനിക്കില്ല. അങ്ങനെയുള്ള ഞാൻ എന്നെ വെളുപ്പിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും പ്രത്യേകിച്ച് ഗുണമില്ല, എനിക്കും പ്രത്യേകിച്ച് ഗുണമില്ല. ഇനി മുതലാണെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ വരുമാനം തേടാനായിട്ട് ആഗ്രഹവും എനിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു വോയിസ് ഇട്ട് ഇപ്പോൾ സജീന ചേച്ചീനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും, ചിലപ്പം കുറേ ആൾക്കാരെ വന്ന് കൈയടിക്കുമായിരിക്കും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സജീന ചേച്ചീനെ എന്നല്ല, ഞാൻ ഇത് ആരെ ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ കുറേ സംഭവങ്ങൾ കണ്ടിരുന്നു, അതിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട ചേച്ചി. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവളെ എന്താ പറയുക, നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അവളുടെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവൾ ഫസ്റ്റ് ടൈം എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവൾ മാത്രമല്ല, അവളുടെ വീട്ടുകാരടക്കം എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. വേണ്ട, നിന്റെ അത് ഇട്ടിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കാനൊന്നും അല്ല. ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഇടണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരുടെയും വോയിസോ മറ്റേതോ എടുത്തിട്ടിട്ടല്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നീ പറഞ്ഞ കണക്ക് ഞാൻ ഇപ്പം ഇതുവരെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് എന്റെ വരുമാന മാർഗ്ഗം ഇതാണ്. ഞാനിപ്പം എന്റെ ജോലിയായിട്ട് ഞാൻ കണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. വിനോദോടെ എല്ലാവരും ചെയ്യുന്നില്ലേ, നമുക്ക് മാത്രം എന്താ പ്രത്യേകത? ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. നിനക്ക് തന്നെ കണ്ടാൽ അറിയാമല്ലോ വ്യൂ എത്രയുണ്ട്, പിന്നെ അതിന്റെ സബ് എത്രയുണ്ടെന്നൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത് ചുമ്മാ നമുക്ക് അവക്കൊരു സപ്പോർട്ടായിട്ട് ഒരു മീഡിയ കിട്ടുക, ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. അത് അതുവരെ വിജയിക്കുകയും ചെയ്തു. കാരണം അതിനകത്ത് ഈ നെഗറ്റീവ് പറയുന്നതിന് മാത്രം നല്ല ഹൈപ്പിച്ച് പോവുക, അവര് നല്ല ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ചെയ്യുന്നു, അപ്പൊ നമ്മുടെ ഏർണിങ്സും കൂടെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വേറൊരു സംഭവങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അയച്ച മെസ്സേജസുകളാണ് ഇത് ഫുള്ള്. അത് ആദ്യം ഫസ്റ്റിലെ മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചുമ്മാ എന്താ പറയുക, ഒരു പരിചയവും ഇല്ലാത്ത എന്നെ എടാ പോടാന്ന് അടക്കം വിളിച്ചു. ഞാൻ അതിനൊന്നും മിണ്ടുന്നില്ല. എടാ പോടാന്ന് വിളിക്കാം, ചേച്ചിക്ക് അത്യാവശ്യം വലിയ പ്രായമുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാം. ഞാൻ ആ ഒരു ബഹുമാനം തന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടൊന്നും ഒരു സംഭവം ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഇത്രയും വർത്താനം പറഞ്ഞല്ലോ, അരി ആഹാരം കഴിക്കുന്നു മറ്റതാ മറിച്ച എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഡയലോഗ്സുകളുണ്ടല്ലോ. എന്നാന്ന് പറഞ്ഞാലും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഇപ്പൊ രേണു വയ്യാണ്ടായി കഴിയുമ്പോൾ നിങ്ങളാണ് രേണുവിനെ നോക്കിയത് എന്ന് പറയണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളാണ് രേണുവിന് വേണ്ടി പട വെട്ടിയത് എന്ന് രേണുവിന്റെ കുടുംബം പറയണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കംപ്ലീറ്റ്ലി ഈ വോയിസ് എല്ലാം എടുത്ത് ഞാൻ പുറത്തേക്ക് ഇടും. ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല, ഒറ്റ മെസ്സേജ് ഞാൻ അയച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ചാറ്റ് ഹിസ്റ്ററി അടക്കം ഫുള്ള് ഞാൻ എടുത്ത് പുറത്തേക്ക് ഇടും. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് മര്യാദയ്ക്കാണ് നമ്മൾ മര്യാദയ്ക്ക്. എൻ്റെ തലക്കിട്ട് കയറാൻ വരില്ല. ഞാൻ ഒരാളുടെ അടുത്തേക്ക് പോയിട്ട് ഒന്നിനും വന്നിട്ടുള്ള ഒരാളല്ല. ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഉപദ്രവിക്കാൻ അറിയാവുന്ന സ്വഭാവക്കാരനാണ് ഞാൻ.